ആകാരാന്തഃ സ്ത്രീലിംഗഃ സീതാ ശബ്ദഃ. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമായ സീതാ ശബ്ദം ഓരോ വിഭക്തിയിലൂടെയും അതുപോലെ തന്നെ എണ്ണത്തെ കാണിക്കുന്ന വചനങ്ങളിലൂടെയും എങ്ങനെയാണെന്ന് നോക്കാം. പ്രഥമ വിഭക്തിയിൽ നമുക്കറിയാം എന്താണോ നാമപദം അഥവാ ശബ്ദം അതേ ശബ്ദം തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്നും. പ്രഥമ വിഭക്തി സീത, സീതേ, സീതാഹ. ഇവിടെ ഏകവചനത്തിൽ ഒന്നിനെയും ദ്വിവചനത്തിൽ രണ്ടിനെയും ബഹുവചനത്തിൽ രണ്ടിൽ കൂടുതൽ എന്നിങ്ങനെയും അർത്ഥങ്ങളെ കാണണം. തുടർന്നുള്ള വിഭക്തികൾ 3 വചനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനെ എന്നർത്ഥം വരുന്ന ദ്വിതീയ വിഭക്തി സീതാം, സീതേ, സീതാഹ. കാരണവാചിയായ തൃതീയ സീതയാ, സീതാഭ്യാം, സീതാഭിഃ. ആയിക്കൊണ്ട് എന്നർത്ഥം വരുന്ന ചതുർത്ഥി സീതായൈ, സീതാഭ്യാം, സീതാഭ്യഃ. അതിങ്കൽ നിന്നും അല്ലെങ്കിൽ കാരണം പറയുന്നതിനായി പഞ്ചമി സീതായാഹ, സീതാഭ്യാം, സീതാഭ്യഃ. അതിൻ്റെ എന്നർത്ഥം വരുന്ന ഷഷ്ഠി സീതായാഹ, സീതയോഃ, സീതാനാം. അതിൽ എന്നർത്ഥം വരുന്ന സപ്തമി സീതായാം, സീതയോഃ, സീതാസു. അഭിസംബോധന ചെയ്യുന്നതിനായി സംബോധന പ്രഥമ ഉപയോഗിക്കുന്നു. ഇവിടെ ഹേ എന്നു ചേർത്ത് സംബോധന ചെയ്യാം. ഹേ സീതേ, ഹേ സീതേ, ഹേ സീതാഹ എന്നിങ്ങനെ. ആകാരാന്തത്തിലുള്ള മറ്റു ചില സ്ത്രീലിംഗ പദങ്ങൾ മാല, ക്ഷമ, ലജ്ജ, അംബ എന്നിങ്ങനെ.